ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടൊരു പേരയ്ക്ക ജ്യൂസ് ഉണ്ടാക്കിയെടുത്തതാണ്. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉപയോഗിച്ച് ആവശ്യത്തിന് ലൈം ജ്യൂസ് ഒഴിച്ച് ഈ പേരയ്ക്ക ജ്യൂസ് വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഈ ജ്യൂസ് ഇഷ്ടപ്പെടും. നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. പേരയ്ക്ക ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഞാൻ ഈ ഒരൊറ്റ പേരയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഈ പേരയ്ക്ക നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനേക്ക് നല്ല തണുത്ത വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതായിട്ട് ആ പേരയ്ക്ക നമ്മൾ അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് അരിച്ചതിൻ്റെ കുരുവെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ആ കുരു മാത്രം നമ്മൾ വേറെ ആക്കിയെടുത്തു. ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ അരിച്ചെടുത്തിരിക്കുകയാണെന്ന് നമുക്കിത് മാറ്റി വെക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേരയ്ക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടെ ഞാൻ എടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർന്നുകൊണ്ട് നല്ല മധുരം ആവശ്യത്തിനുണ്ട്. പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല. നമുക്കൊന്നുകൂടി ഇതെല്ലാം കൂടെ യോജിക്കാനായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. എല്ലാം കൂടെ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരയ്ക്ക ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊരു ബീക്കറിലേക്ക് ഒഴിക്കാം. നല്ല തണുത്ത ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഈ ജ്യൂസിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മാതള നാരങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല രുചിയുള്ള പേരയ്ക്ക ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.